മോശയുടെ നേതൃത്വത്തിൽ LDF-ന്റെ എല്ലാ ഘടകകക്ഷികളും പങ്കെടുക്കുന്ന ജാഥ 7-ാം തീയതിയാണ് വരുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. ഇതേപോലെ 2 ജാഥകൾ കൂടിയാണ് ഉള്ളത്. ഒന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ദിനവിശേഷത്തിന്റെ നേതൃത്വത്തിൽ, കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ജാഥ. ഏറ്റവും കൂടുതൽ ദിവസം യാത്ര ചെയ്യുന്ന ജാഥയാണ് ഇപ്പം പ്രയാണം ആരംഭിച്ച് 7-ാം തീയതി ഇവിടെ എത്തുന്ന ഗവർണർ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ജാഥ. ഈ ജാഥകൾക്ക് മുമ്പായി 140 മണ്ഡലത്തിൽ LDF MLA-മാരുടെ മണ്ഡലത്തിൽ MLA-മാരുടെ നേതൃത്വത്തിലും LDF-ന്റെ MLA-മാർ ഇല്ലാത്ത മണ്ഡലത്തിൽ അവരുടെ തീരുമാനിച്ച LDF നേതാക്കന്മാർ നയിക്കുന്ന ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജാഥകളിലെല്ലാം കേരളത്തിലെ 9.25 വർഷത്തെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ നേട്ടങ്ങളും ചെയ്ത ക്ഷേമകാര്യ പ്രവർത്തനങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ടും ആനുകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ 2 ജാഥകൾ നടന്നത്. പ്രത്യേകിച്ച് ഈ ജാഥയ്ക്ക് പ്രസക്തി കൂടിയിരിക്കുകയാണ്. കേന്ദ്ര ബജറ്റ് കൂടി അവതരിപ്പിച്ച സാഹചര്യം കേരളത്തെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി ഞെരുക്കാൻ BJP ഭരണകൂടം ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു, അതവർ തുടരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും വലിയ ബജറ്റ്. കേരളത്തിനായി പ്രത്യേകിച്ച് പദ്ധതികളൊന്നും തന്നെ പ്രഖ്യാപിച്ചില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മാറിയും തിരിഞ്ഞു വന്ന ഒരു ഗവൺമെന്റ് നമുക്ക് ഈ കേരളത്തിലേക്ക് എയിംസ് തന്നിരുന്നില്ല. പക്ഷേ പിന്നീട് എയിംസ് ലഭിക്കുമെന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോൾ എന്നുള്ള സ്ഥലം പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ തന്നെ ഫിനാലൊരു കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ അതിനും ഒരു പരിഹാരം ഈ ബജറ്റിലും ഉണ്ടായില്ല. നമ്മൾ വളരെ വേഗതയിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന റെയിൽവേയുടെ കാര്യത്തിലും ഫണ്ടൊന്നും തന്നെ നീക്കി വെച്ചിട്ടില്ല. സാധാരണ മനുഷ്യരെയും ഇന്ത്യയിലെ കൃഷിക്കാരെയും വളരെ ദ്രോഹിക്കുന്നൊരു ബജറ്റ് കൂടിയാണ്. രാസവളങ്ങളുടെ വില ക്രമാതീതമായി കൂടുമ്പോൾ കൃഷിക്കാരെ സഹായിക്കാനുള്ള പദ്ധതികൾ അതില്ല. പക്ഷെ എന്നാൽ ഈ എല്ലാ സാഹചര്യവും നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ ഇന്നത്തെ ഗവൺമെന്റ് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നടക്കായിക്കൊണ്ടിരിക്കുന്നു. അതിൽ നേരിട്ട് ഏകദേശം 1 കോടിയോളം കുടുംബങ്ങളെ ബാധിക്കുന്നതാണ് നമ്മളെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. 2 ഘട്ടങ്ങളിലായി UDF വെച്ച കാര്യങ്ങളെല്ലാം അത് കുടിശ്ശികയാണ്. VS മുഖ്യമന്ത്രിയായപ്പോഴാണ് അതുവരെ കുടിശ്ശിക വരുത്തിയ 28 മാസത്തെ കുടിശ്ശിക VS ഗവൺമെന്റ് വാങ്ങി. തുടർന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ഗവൺമെന്റ് വരുന്നതിന്റെ 5 വർഷം കൊണ്ട് അന്ന് 600 രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അത് 18 മാസം കുടിശ്ശിക. ആ കുടിശ്ശികയും കൊടുത്തു തീർത്തത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഇന്നത്തെ ഗവൺമെന്റാണ്. മാത്രമല്ല സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് പ്രകടന പത്രികകൾ സൂചിപ്പിച്ചതുപോലെ അത് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. 1600 രൂപയാക്കി അത് വർദ്ധിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. കുടിശ്ശിക അതിന്റെ പുറത്തു. തുടർന്ന് അതിപ്പോ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ബജറ്റിൽ അതിന്റെ തുക വകയും. പിന്നെ കേരളത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾ എന്ന് പറയാവുന്നതാണ്. കാരണം തൊഴിലെടുത്താൽ അതിനനുസൃതമായ കൂലി ലഭിക്കാത്ത അടിസ്ഥാന ജനവിഭാഗങ്ങൾ നമ്മളാണ്. അതിൽ പലതും കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആശ വർക്കർമാർ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അവർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണത്തിൽ നിന്ന് 1 രൂപ ഇതുവരെ ആ സ്കീം തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിച്ചിട്ടില്ല. എന്നാൽ LDF ഗവൺമെന്റ് എല്ലാ വർഷവും 1000 രൂപ വർദ്ധിച്ചു കൊടുക്കുകയാണ്. ഈ വർഷവും 1000 രൂപ വർദ്ധിക്കുന്നു.
അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും 1500 ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. പാചക തൊഴിലാളികൾക്ക് ദിവസം 25 രൂപ വർധനവ് വരുത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ കുറച്ചുകൂടി പറഞ്ഞു. അതോടൊപ്പം അതുപോലെ ജോലി ചെയ്യുന്ന മറ്റെല്ലാ വിഭാഗങ്ങളും ചിലത് ബജറ്റ് പറഞ്ഞിരുന്നില്ല, ഇന്നത്തെ മറുപടിയിലാണ്. ബാക്കിയെല്ലാം പഞ്ചായത്തുകളിൽ ഈ സെൻട്രൽ ഗവൺമെന്റ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ എല്ലാം ഉൾപ്പെടെയുള്ള വേതനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതേപോലെ ഈ പറഞ്ഞ ക്രമത്തിൽ തന്നെ എല്ലാവർക്കും ഇത്തരം മേഖലകൾ എല്ലാവർക്കും തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ നമ്മുടെ സാക്ഷരതാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഡയറക്ടർമാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ മേഖലകൾക്കും ഈ പൈസ 1000 സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പൈസക്കാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണെങ്കിൽ പോലും പൈസ കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്. അതോടൊപ്പം ഇന്ത്യയിൽ എവിടെയും കാണാത്ത ഒരു സംവിധാനമാണ് സ്കൂൾ കുട്ടികളെ ഇൻഷുർ ചെയ്യാൻ തീരുമാനിച്ചത്. ഇൻഷുറൻസ് സംവിധാനത്തിലൂടെ കുഞ്ഞുങ്ങളെ മുഴുവൻ നമ്മുടെ സംസ്ഥാനത്ത് ഘട്ടം ഘട്ടമായി +2 വരെയാണ് സൗജന്യ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. ഇപ്പോൾ അത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി വരെയുള്ള മക്കൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികളെ യൂണിഫോം 2 സെറ്റ് വെച്ച് സൗജന്യമായ വിദ്യാഭ്യാസം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചത്. ആ വിദ്യാർത്ഥികൾ പഠിച്ചാൽ പുതിയ കോഴ്സുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതുപോലെ അന്വേഷകരായി നിൽക്കുന്ന കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് മാസത്തിൽ 1000 രൂപ നൽകുവാൻ തീരുമാനിച്ചത്. നാട്ടിലെ നമ്മളെ സഹോദരിമാർ അമ്മമാർ 35 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് വരെ ഉള്ള സ്ത്രീകൾക്ക് മാസത്തിൽ 1000 രൂപ അവർക്ക് നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ സമൂഹത്തിൽ 35 ലക്ഷം പേർ അതിൽ വരുന്നതാണ്. അങ്ങനെ അവരുടെ സൗകര്യം കൂടി കണ്ടെത്തുന്നതാണ്. പിന്നെ ഒരിക്കലും നമ്മൾ പരിഗണിക്കാത്ത ചില വിഭാഗങ്ങളാണ് നാട്ടിലെ ഏറ്റവും പരമ്പരാഗതമായ ജോലി ചെയ്ത് പോകുന്ന മേഖലകൾ. കൈത്തറി, കശുവണ്ടി, ചകിരി, ആ മേഖലകൾക്കെല്ലാം തന്നെ സഹായിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഈ വിശ്വകർമ്മ എന്ന് പറയുന്ന മേഖലകളുണ്ട്. സ്വർണ്ണമെല്ലാം ആധുനിക സാഹചര്യത്തിലേക്ക് വന്നപ്പം പണിക്കാർ വർദ്ധിപ്പിക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് ഇതുപോലെ സഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമയം മാത്രമല്ല ഗവൺമെന്റ് ആ മേഖലകളിലെല്ലാവർക്കും തന്നെ ഈ സഹായം നൽകാൻ തീരുമാനിച്ചു. പിന്നെ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റം നമ്മൾ പൊതുവായി ഇപ്പം പറയേണ്ട കാര്യമില്ല. നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മെഡിക്കൽ കോളേജുകളിൽ വരെ അത് ഉണ്ടായ ഗുണത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് കോവിഡിൻ്റെ കാര്യങ്ങളാണ്. അതിനെ തുടർന്ന് അതിനെ വലിയ തോതിലുള്ള ഫണ്ടാണ് മൊത്തം ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചത്. അതോടൊപ്പം നമ്മൾ ഒട്ടേറെ രോഗങ്ങൾ ഇല്ലാതാക്കിയത് വാക്സിനിലൂടെയാണ്. അപ്പം ഇന്ത്യയിൽ എവിടെയും കാണാത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ ലോകത്തിൽ തന്നെ കാണാത്ത സംവിധാനമാണ്. ഇപ്പം ന്യൂമോണിയ ബാധിച്ച 60 വയസ്സുള്ള ആളുകൾ മരിക്കുന്നതിലും പ്രധാന ഘടകം അതാണ് ന്യൂമോണിയ. അപ്പം അതിൻ്റെ വാക്സിൻ സാർവത്രികമായി സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഒട്ടേറെ രോഗങ്ങളിൽ നമ്മളെ കുട്ടികൾ ഒഴിഞ്ഞുപോയത് വാക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കോവിഡിന് ശേഷമാണ് ഒരു സാമൂഹ്യ വാക്സിൻ സംവിധാനം നമ്മൾ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ ന്യൂമോണിയ ബാധിച്ച് മരിക്കാൻ പാടില്ല എന്ന തീരുമാനം അത് ഗവൺമെന്റ് തീരുമാനമാണ്. ചികിത്സ കിട്ടാതെ കേരളത്തിൽ ഒരു മനുഷ്യനും മരിക്കാൻ പാടില്ല എന്ന ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ആ തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ തുടർച്ചയായിട്ടാണ് സൗജന്യമായി ന്യൂമോണിയ വരാതിരിക്കാനുള്ള വാക്സിൻ നൽകണം എന്ന് തീരുമാനിച്ചു. ഞാനിങ്ങനെ എണ്ണി പറഞ്ഞ നമ്മുടെ സമയം വല്ലാണ്ട് പോകും. അത്രയേറെ നേട്ടങ്ങളാണ് ഇതിന്റെ ഭാഗമായി നമുക്ക് ഈ ഒറ്റലിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ കഴിയുന്നത്. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനോടൊപ്പം തന്നെ കർഷകത്തൊഴിലാളി പെൻഷൻ അതുപോലുള്ള ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പെൻഷനുകളെല്ലാം തന്നെ കുറിച്ച് കൊടുത്ത് പൂർണ്ണമായും പൂർത്തീകരിക്കണം തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം കൈത്തറിയുമായി ബന്ധപ്പെട്ട് ഹാൻഡെക്സിനും കൈത്തറി സൊസൈറ്റികൾക്കും പ്രത്യേക സഹായങ്ങൾ നൽകാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞ പരമ്പരാഗത വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടും നേരത്തെ തീരുമാനിച്ചു. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 6.4 ലക്ഷം പേര് ഈ തൊഴിൽ രംഗത്തേക്ക് കടന്നത്. ഇതിൻ്റെ ചുമതല നിർവഹിക്കുന്ന പഞ്ചായത്തിൻ്റെ ഒരു ആളെ ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്ത് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി ജോലികളെല്ലാം ചെയ്യുന്നത് നേരത്തെ ഗവൺമെന്റാണ്. പക്ഷേ ഇതിലൊരാളെ ഗവൺമെന്റ് നേരിട്ട് ശമ്പളം കൊടുത്തത് പഞ്ചായത്തിന് സഹായിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സ്റ്റാർട്ടപ്പുകൾ കുടുംബശ്രീ സ്ഥാനത്തെ ആധുനിക ഉൾപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് അവർ സ്ത്രീകളെ സജ്ജമാക്കുക എന്ന അടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്തി കാർഷിക വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി പരിശീലനം നൽകി 1,25,000 സ്ത്രീകൾക്ക് കുടുംബശ്രീ മായി ബന്ധപ്പെട്ട യൂണിറ്റുകളിൽ നിന്ന്
ഉൽപാദന ശേഷിയുള്ള സംവിധാനങ്ങൾ എന്ന നിലയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ സംവിധാനങ്ങളുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ തീരുമാനിച്ചിട്ട് ലോക മാർക്കറ്റിലേക്ക് പോകുന്നത് ISI മാർക്കോടുകൂടി കൊണ്ടുപോകാനുള്ള സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അത്തരം പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും ഒരു പൈസ പോലും നമുക്ക് കേരളം നൽകും. പെൻഷൻ ഇനത്തിൽ അവർക്ക് ഫണ്ട് നൽകേണ്ടത് ഒരു പൈസ പോലും നമുക്ക് നൽകിയിട്ടില്ല. റേഷൻ അവർ പലപ്പോഴും നമുക്ക് കട്ട് ചെയ്താണെങ്കിലും റേഷൻ സംവിധാനം ഒരിക്കലും തന്നെ തകരാതെ പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റേഷൻ അല്ലെങ്കിൽ പട്ടിണി കൊണ്ടായിരിക്കും പ്രയാസം ഉണ്ടാകുന്നതിലേക്ക് ആദിവാസി കോളനികളിലൊക്കെ തന്നെ കോളനിയിൽ ഇപ്പോൾ പറയാൻ പാടില്ല ഉന്നതിയിലേക്ക് നമ്മൾ അവർക്ക് നേരിട്ട് വീട്ടിൽ ഭക്ഷണം എത്തിച്ചിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഒരുക്കി. ഇന്ന് നമ്മൾ കന്യാസ്ത്രീ മഠങ്ങൾ അതുപോലെ മേഖലകളിലുള്ള ആളുകൾക്ക് റേഷൻ കാർഡ് ഭക്ഷണത്തിൽ 6.25 ലക്ഷം പുതിയ കാർഡ് ഉടമകൾക്ക് BPL കാർഡ് സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്. ഭൂരിഷ്ഠം നടപ്പിലാക്കിയ സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി എന്ന സംവിധാനം കൊണ്ടുവരുന്നു. ഡിജിറ്റൽ സർവേ നേരിട്ട് തന്നെ ഗവൺമെന്റ് വലിയ പണം അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ സർവേ നടക്കുന്നത്. എല്ലാവർക്കും ഭൂമി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആ ഭൂമിക്കൊക്കെ രേഖ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഏകദേശം 5 ലക്ഷത്തിലേറെ പട്ടയമാണ് ഈ കാലയളവിൽ പൊതുവായി ഈ ഗവൺമെന്റിന് അതിന്റെ ഭാഗമായി കിട്ടാൻ കഴിഞ്ഞത്. അത് വരികയാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അതോടൊപ്പമാണ് ഈ നമ്മുടെ നാട്ടിലെ അസാധ്യമാണ് എന്ന് കണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തി ഇഷ്ടം പോലെ പശ്ചാത്തല മേഖലയിൽ പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പശ്ചാത്തല മേഖലയിലെ ഈ ഉയർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ കേരളം ലോകം ശ്രദ്ധിക്കുന്ന ഒരു വലിയ നഗരമായി ഒരു 2030 തന്നെ മാറാനുള്ള സാധ്യതയാണ്. നമ്മുടെ തന്നെ മണ്ഡലത്തിന്റെ അനുഭവത്തിൽ ചോദിച്ചാൽ നമ്മുടെ റോഡുകളൊക്കെ തന്നെ നഷ്ടം അതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് നാദാപുരം വിട്ടങ്ങ് തലായിക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ കച്ചവടം കൂടിയിരിക്കുകയാണ്. ഇതൊക്കെ എന്താ പറയുക വലിയ തോതിൽ ഇപ്പോൾ തലശ്ശേരി നിന്നൊക്കെ പൊടി വാങ്ങാനൊക്കെ നമ്മുടെ ഈ അങ്ങാടിയിലേക്കാണ് വരുന്നതെന്നാണ് തലശ്ശേരിക്കാരെന്ന് പറയുന്നത്. അത്ര വലിയ മാറ്റം വന്നിട്ട് ഇത് കേരളത്തിലാകെ മാറുകയാണ്. അപ്പോൾ കേരളം എന്നുള്ളത് നമ്മുടെ അർബൻ റൂറൽ പ്രശ്നം ഇല്ലാതെ ഒരു നഗരമായി മാറിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് അതിന്റെ ഭാഗമായി 2030 ആകുമ്പോഴേക്ക് നഗരവൽക്കരണം കേരളത്തിലാകെ നടക്കുന്നതിന്റെ ഭാഗമായി അപ്പോഴുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനുള്ള ഒരു പ്രത്യേക വർക്കിംഗ് ഗ്രൂപ്പിനെ കേരളം തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു നില സ്വീകരിച്ച് മുന്നോട്ട് പോകാമെന്ന അടിസ്ഥാനം. അതോടൊപ്പമാണ് ഈ പറഞ്ഞ കെട്ടിടങ്ങളും പാലങ്ങളും എല്ലാം തന്നെ ഭാഗമായി 150-ലേറെ പുതിയ പാലങ്ങൾ ഈ അവസാനത്തിൽ വന്നിട്ടുണ്ട്. 10-100 പാലങ്ങളുടെ പണി നടക്കുന്നു. നമ്മുടെ മണ്ഡലത്തിൽ 5 പാലങ്ങളുടെ പണി പൂർത്തീകരിക്കാൻ ഇരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഭാഗമായി. അതോടൊപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും കേരളം നമുക്ക് ഒരു സഹായം നൽകുന്നില്ല. ബജറ്റിലൂടെ മാത്രമല്ല, നമുക്ക് GST ഇനത്തിലായാലും നമ്മളെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി നമുക്ക് നൽകുന്ന ഒട്ടേറെ പണങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ ആഭ്യന്തര റവന്യൂ സർവകാല റെക്കോർഡ് എന്ന നിലയ്ക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുള്ളത്. കേരളം ഇതുപോലെ വികസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുമ്പിൽ മട്ടം മുട്ടടക്കാൻ തയ്യാറല്ല എന്ന നിലയ്ക്ക് തീരുമാനിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. നമ്മളോട് പറഞ്ഞിരുന്ന ഒപ്പമുണ്ട് ഈ ഗവൺമെന്റിന് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് വലിയ കൃഷിയുണ്ടായിരുന്നു. അവർക്ക് ഇതിലിപ്പോൾ മാസമൊന്നേ ഉള്ളൂ. ആദ്യത്തെ ഈ മാസത്തിൽ ഒരു ബാക്കി മാർച്ച് മാസത്തെ ശമ്പളത്തിന്റെ കൂടെ ബാക്കി മുഴുവൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ പെൻഷൻ ഒരു സംവിധാനം ഒരുക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരാളെയും വിട്ടുപോകാതെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത്. അതിൽ വയോജനങ്ങൾക്ക് പ്രത്യേക കമ്മീഷൻ വെച്ച് അതിന്റെ പ്രവർത്തനം നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ. ഇന്നത്തെ ഗർഭസ്ഥ ശിശുക്കൾ 4 വരെ